الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രേം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാന സമയത്തിലേക്ക്, അവസാന സന്ദർഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായി കൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഅ്മാലു ബിഖവാതിമിഹ, പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുടക്കത്തിലുള്ള ആവേശം നമുക്ക് ഈ റമളാൻ അവസാനിക്കുമ്പോൾ ഈ ഒടുക്കത്തിലുമുണ്ടോ, അവസാന ഈ സന്ദർഭത്തിലും അതേ ആവേശമുണ്ടോ എന്ന് നാം വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു ഓട്ടമത്സരം നടക്കുമ്പോൾ അതിൻ്റെ ആദ്യമൊക്കെ വേഗത്തിൽ ഓടുകയും അവസാനം വിജയിക്കുന്ന ആ ഫിനിഷിംഗ് പോയിൻ്റ് എത്തുമ്പോൾ അയാൾ ഓടാതെ നിൽക്കുകയും അവശനാവുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ആ ഓട്ടമത്സരത്തിൽ പരാജയപ്പെടും.
ഒരു വിദ്യാർത്ഥി തൻ്റെ പരീക്ഷ എഴുതുമ്പോൾ ആദ്യത്തെ ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരമൊക്കെ എഴുതിക്കൊണ്ട് വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളെ അവഗണിച്ചാൽ ആ വിദ്യാർത്ഥി ആ പരീക്ഷയിൽ നിന്ന് പുറകോട്ട് പോകും. എന്ന് പറഞ്ഞതുപോലെ അവസാനം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ റമളാനിലെ അവസാന സമയം, അവസാന നിമിഷങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും പ്രാർത്ഥന നാം അധികരിപ്പിക്കലാണ്. അള്ളാഹുവോട് കൂടുതൽ പ്രാർത്ഥിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ ഈ ഒരു മാസം ധാരാളം കർമ്മങ്ങൾ തുടങ്ങി അത് നിലനിർത്തി പോരുകയും ചെയ്തു. ആ കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹുവേ, ഇത് ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കൂനു ബി ഖബൂലിൽ അമലി അശദ്ദ മിൻകും ഇഹ്തിമാമൻ ലിൽ അമൽ. അമൽ ചെയ്യുന്നതിനേക്കാളും, കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും, നന്മകൾ ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം നാം നൽകേണ്ടത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന വിഷയത്തിലാണ്. നാം നിരന്തരം അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ കഅബാലയം പണി കഴിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ച് കൊണ്ടാണ് കഅബാലയം പണി കഴിപ്പിക്കുന്നത്. അള്ളാഹു പറഞ്ഞ സമയത്ത്, പറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട്, പറഞ്ഞ രീതിയിൽ അതേപടി അനുസരിച്ചുകൊണ്ട് കഅബാലയം പണി കഴിപ്പിക്കുകയാണ്. അതിലൊരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഇത് എന്നിൽ നിന്നും സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. അപ്പം അത്തരത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അവർ വളരെ ഇഖ്ലാസോടു കൂടിയാണ് ഓരോ നന്മകളും, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ നന്മകളും ചെയ്തിരുന്നത്. എന്നിട്ടും അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമായിരുന്നു, അള്ളാഹു എങ്ങാനും ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാര്യം നാം എത്രത്തോളം ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഓരോ നന്മകളും ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി നിരന്തരമായുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം ശീലമാക്കണം. ഒരു കർഷകൻ തൻ്റെ കൃഷിഭൂമിയിൽ കൃഷി ഇറക്കുകയും അങ്ങനെ വിത്ത് പാകുകയും ചെയ്യുന്നത് മാത്രമല്ല അയാളുടെ ജോലി എന്നുള്ളത്, മറിച്ച് ആ വിത്തുകൾക്ക്, ആ കൃഷിക്ക് കീടങ്ങൾ വരാതെ സൂക്ഷിക്കലും അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അത്തരത്തിലുള്ള ബാധ്യത അയാൾക്കുള്ളതുപോലെ തന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി നിരന്തരമായുള്ളൊരു പ്രാർത്ഥന നമ്മുടെയും ബാധ്യതയാണ്. നമ്മൾ ഈ റമളാനിൽ, ഈ പരിശുദ്ധ റമളാനിൽ നിർവഹിച്ച സൽക്കർമ്മങ്ങൾ, തറാവീഹുകൾ, ഖിയാമുൽ ലൈലുകൾ, നോമ്പുകൾ, സ്വതക്കകൾ തുടങ്ങി നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതിന് വേണ്ടി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. 3 കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, പരിശുദ്ധമായ ഉപജീവനവും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഏറ്റവും നല്ല സ്വീകാരയോഗ്യമായ അമലു സ്വാലിഹാത്തുകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു,
പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉപകരിക്കുന്ന അറിവ് ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധമായ ഹലാലായ റിസ്ക്, ഉപജീവനം അയാൾക്കുണ്ടാവുകയുള്ളൂ. എല്ലാ അറിവും ഒരാൾക്ക് ഒരേപോലെ ലഭിക്കണമെന്നില്ല. എന്നാൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന വിഷയങ്ങളിലുള്ള അറിവ് നമുക്ക് പൂർണ്ണമായി ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണമായി, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൻ്റെ വിധികളും വിലക്കുകളും ഇസ്ലാം ഒരു കച്ചവടത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് ആ കച്ചവടക്കാരൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കച്ചവടത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നാം ഇടപഴകുന്ന മേഖലകളിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റെ വിധികളും വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കച്ചവടത്തിൽ വിധിവിലക്കുകൾ അറിയാത്ത, ആ വിഷയത്തിൽ ഇൽമുൻ നാഫി, ഉപകാരപ്പെട്ട ഒരു അറിവ് ലഭിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളുടെ റിസ്ക് അത് ത്വയ്യിബാവുന്നില്ല, അത് പരിശുദ്ധമാകുന്നില്ല. അങ്ങനെ ത്വയ്യിബായ പരിശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, നാം ധാരാളം കേട്ടൊരു ഹദീസാണ്. ദീർഘമായ ഒരു യാത്രയിലാണ് അയാൾ. അയാളുടെ മുടികളൊക്കെ ആകെ പാറി പറക്കുന്നുണ്ട്. അയാളുടെ ശരീരമൊക്കെ, വസ്ത്രങ്ങളൊക്കെ പൊടി പുരണ്ടിട്ടുണ്ട്. ആ പൊടി പുരണ്ട അവസ്ഥയിൽ ആ ജട പിടിച്ച മുടിയുമായി ആ വ്യക്തി അള്ളാഹുവിനോട് ഇരു കരവും നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബ്, യാ റബ്ബ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ കുടിക്കുന്ന വെള്ളം അത് നിഷിദ്ധമായതാണ്, അവൻ കഴിക്കുന്ന ഭക്ഷണവും നിഷിദ്ധം തന്നെ, അവൻ ധരിച്ച വസ്ത്രവും നിഷിദ്ധം തന്നെ. വഅദിയ ബിൽ ഹറാം, ഹറാമ് കൊണ്ടാണ് അവൻ ഊട്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അവൻ്റെ ദുആ, അവൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നാണ്. അതുകൊണ്ട് ഹറാമ് തിന്നുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി സ്വീകരിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് നാം നിരന്തരമായി തേടണം, അല്ലാഹുവേ, എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ഇഅ്തികാഫ്, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ സദഖ, എൻ്റെ ഹജ്ജ്, എൻ്റെ ഉംറ, ഇതെല്ലാം റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്നുള്ള പ്രാർത്ഥന നമ്മുടെ പ്രഭാതത്തിലൊക്കെ നാം ശീലമാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരലോകത്തെത്തുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് രീതിയിലായിരിക്കും അവരുടെ അവസ്ഥ? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായിരിക്കും അവർ ധാരാളം പണിയെടുത്തിട്ടുണ്ട്, അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ ധാരാളം അമലുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ അത്തരം ആളുകളെ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വൃദ്ധനായ ഒരു ക്രിസ്ത്യാനിയെ കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങളിങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ കണ്ടപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള 2 ആയത്തുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായിരിക്കും അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്.
ഒരുപാട് പ്രവർത്തിച്ചിട്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, റമദാനിലൊക്കെ ഒരുപാട് അമലുകൾ നാം ചെയ്തിട്ട്, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ നരകത്തിൽ പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, അത് നമ്മൾ എത്ര ഇഖ്ലാസോട് ചെയ്തതാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ട് അത് ഞാൻ അത്രയും ഇഖ്ലാസോട് കൂടി ചെയ്തതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും അത് റബ്ബ് സ്വീകരിക്കുന്നതിന് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ ബാത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നാം ചെയ്ത പ്രവർത്തനങ്ങളെ ബാത്തിലാക്കുന്ന അവസ്ഥ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മരണം വരെ അതുണ്ടാകരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലതീ നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഉറപ്പോടെ നൂൽ നോറ്റ ശേഷം അത് ഇഴകളാക്കി പിരിച്ചുകൊണ്ട് ആ രീതിയിലാക്കുന്ന ഒരുത്തിയെപ്പോലെ നിങ്ങൾ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൻ്റെ 93-ാം ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂൽ നെയ്തുകൊണ്ട് വസ്ത്രം തുന്നുകയും വൈകുന്നേരമാകുമ്പോൾ ആ വസ്ത്രമെല്ലാം അഴിച്ച് വീണ്ടും നൂൽ തന്നെ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പോലെ, ചകിരി പിരിച്ചുകൊണ്ട് കയറുണ്ടാക്കുകയും വൈകുന്നേരമാകുമ്പോൾ ആ ചകിരിയെല്ലാം തിരിച്ച് പഴയ രീതിയിൽ ആക്കുകയും ചെയ്യുന്ന, അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളുകളെപ്പോലെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ കഴിയുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ റമദാൻ. ആ പരിശുദ്ധ റമദാനിൽ ആരോഗ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകി. ധാരാളം ഇബാദത്തുകൾ തുടങ്ങാനും, ധാരാളം നന്മകൾ ചെയ്യാനും, സദഖകൾ ചെയ്യാനും, പുതിയ ബന്ധങ്ങൾ പുതുക്കാനുമൊക്കെ ഈ റമദാൻ നമുക്കൊരവസരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. പക്ഷേ ഈ റമദാൻ കഴിയുന്നതോടുകൂടി റബ്ബിനെ മറക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ഒരു അടിമയുടെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലതീ നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഖുർആൻ പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്ന് കളഞ്ഞവനെ പോലെ നിങ്ങളാകരുത്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവനെ പോലെ നിങ്ങളാകരുത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം വരുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം അൽ യഖീൻ, ഉറപ്പായത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? മരണം എന്നത് അത് ഉറപ്പാണ്. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. അതാണ് അൽ യഖീൻ എന്ന് മരണത്തെ വിശേഷിപ്പിക്കാൻ കാരണം. രണ്ടാമതായി, മരണം അത് നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ നമുക്ക് യഖീനാകും, അവൻ ഉറച്ച വിശ്വാസമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ ഈ തൗഹീദിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമൊക്കെ ഉറച്ച വിശ്വാസമുണ്ടാകും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അൽ യഖീൻ എന്ന് മരണത്തെ, ഉറപ്പായത് എന്ന് മരണത്തെ വിശേഷിപ്പിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മുടെ എല്ലാ സമയത്തും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ആരുടെ കൂടെയാണെങ്കിലും, നീ എന്ത് സന്തോഷത്തിലാണെങ്കിലും, നീ ഏത് രീതിയിലുള്ള ദുഃഖത്തിലാണെങ്കിലും റബ്ബിനെ സൂക്ഷിക്കാൻ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, റബ്ബിനെ സൂക്ഷിക്കാൻ. ഹൈസുമാ കുന്ത് എന്ന് പറയുന്നത് നിനക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലുള്ള മാറ്റം വരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി ഈ റമദാനിന് ശേഷം ജീവിക്കാൻ
നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ സൽക്കർമ്മങ്ങൾ നാം വർദ്ധിപ്പിക്കണം. അവസാന നിമിഷം വരെ നമ്മുടെ നെറ്റിയിൽ വിയർപ്പ് കണം കെട്ടുന്ന ആ മരണത്തിൻ്റെ, ഈ ലോകത്തോട് വിട പറയുന്ന ആ സമയം വരെ നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ ഒരു അമലിനെക്കുറിച്ച് അത് സ്വീകരിച്ചിട്ടുണ്ടോ, നമ്മൾ ചെയ്തൊരു സൽക്കർമ്മം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അലാമാത്തു ഖബൂലിൽ അമൽ, ഒരു അമൽ അത് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ചില അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നന്മകൾ ചെയ്തതിന് ശേഷം തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സ്, തിന്മയെക്കുറിച്ചുള്ള ഒരു വെറുപ്പ്, തിന്മയിലേക്ക് ഞാൻ ഒരിക്കലും അടുക്കുകയില്ല എന്നുള്ളൊരു ദൃഢത നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഹി വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം ഏറ്റവും മ്ലേച്ഛതയിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്നും തടയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി നമസ്കരിച്ചവരാണ് നമ്മളെങ്കിൽ, ഈ റമദാനിൽ അല്ലാത്ത സമയത്തുമൊക്കെ നമ്മുടെ നമസ്കാരം കൃത്യമാണെങ്കിൽ, ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ തിന്മയെ തൊട്ട് ആ നമസ്കാരം നമ്മെ തടയേണ്ടതുണ്ട്. അപ്പോഴാണ് അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, തീർച്ചയായും ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. ഖുർആൻ ഓതിയിട്ടും തിന്മയിലേക്ക് നമുക്ക് പോവാൻ തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് പോവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഖുർആൻ പാരായണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനു വേണ്ടിയാണ് നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ഖുർആൻ പറയാണ്, വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ നമ്മൾ ധാരാളം നോമ്പുകൾ നോറ്റിട്ടും, ഈ റമദാൻ മുഴുവൻ ഫർളായ നോമ്പുകൾ നമ്മൾ നോറ്റിട്ടും, മറ്റു സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ നോറ്റിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തഖ്വ ലഭിക്കുന്നില്ലെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ആ നോമ്പ് കൊണ്ട് ഈ നിസാരമായ ദുനിയാവിൽ കിട്ടേണ്ട ഉദ്ദേശം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാണ് നാളെ അള്ളാഹിൻ്റെ മുന്നിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ അമൽ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ അടയാളമായി എണ്ണിയിട്ടുള്ളത് തിന്മയോട് നമുക്കൊരു വെറുപ്പുണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ അമൽ സ്വീകരിക്കപ്പെട്ടതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ പതിവായി ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടാകുക, നമുക്ക് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുക, സ്ഥിരതയുണ്ടാവുക എന്നുള്ളത് നമ്മുടെ അമലുകൾ, നാം ചെയ്ത അമലുകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിന് മറ്റൊരു അടയാളമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. കുറച്ചാണെങ്കിലും അല്പമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. നാം ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ഒരു ദിവസം ആവേശത്തോടു കൂടി കുറേ നന്മകൾ പ്രവർത്തിക്കുകയും കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം നാം സാധാരണ പറയാറുണ്ട്,
കെടാൻ പോകുന്ന തീ ആളിക്കത്തുന്നു എന്ന് പറഞ്ഞ പോലെ പിറ്റേ ദിവസം ഒറ്റയടിക്ക് നമ്മളെ നന്മകളൊക്കെ നിലച്ചു പോകുന്ന അവസാനിക്കുന്ന ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല എന്ന് വെച്ചാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് വളരെ കുറച്ചാണെങ്കിലും വളരെ ചെറിയ രീതിയിലാണെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥ, നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിലുടനീളം അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒരു ദിവസം കുറേ അങ്ങോട്ട് ഖുർആൻ പാരായണം ചെയ്യുക, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ, പിന്നെ ഖുർആൻ തുറക്കാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഒരു ദിവസം 2-3 പേജ് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുകയും അതെല്ലാ ദിവസവും പതിവാക്കുകയും ചെയ്യുന്നതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങളും, റമളാനിൽ നമ്മൾ എല്ലാ ഫർദ് നമസ്കാരങ്ങളും ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ പോയി നിർവഹിച്ചിട്ടുണ്ടാകും. നാം ധാരാളം റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചിട്ടുണ്ടാവും. നാം ധാരാളം നവാഫിലുകൾ നമസ്കരിച്ചിട്ടുണ്ടാകും. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റയടിക്ക് നിന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തുടർച്ചയാണ് പ്രധാനം. കുറേ ചെയ്യുക എന്നുള്ളതല്ല, നാം ചെയ്യുന്ന അമലുകൾ തുടർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റമളാനിൽ നമ്മൾ വെച്ച സമയക്രമങ്ങൾ, നാം വെച്ച അലാറങ്ങൾ ഒരിക്കലും ഓഫാൻ പാടില്ല. അത് നിലനിർത്തിക്കൊണ്ട്, റമളാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ നിലനിർത്തിക്കൊണ്ട്, നാം നിശ്ചയിച്ചിട്ടുള്ള സമയക്രമങ്ങൾ നിലനിർത്തിക്കൊണ്ട് തുടർന്നു കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ നമ്മൾ ഈ റമളാനിൽ നേടിയെടുത്ത തഖ്വയും പരിശുദ്ധിയും സൽക്കർമ്മങ്ങളുമൊക്കെ നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ റമളാൻ കഴിഞ്ഞാലും നാം കൃത്യമായി പങ്കെടുക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മുനാഫികൾക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് ജമാഅത്ത് നമസ്കാരം, പ്രത്യേകിച്ച് സുബ്ഹ് നമസ്കാരവും ഇശാ നമസ്കാരവും. ചില റിവായത്തുകളിൽ അസർ നമസ്കാരവും എന്നും വന്നിട്ടുണ്ട്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹദ്വാ. അവർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ പിന്നെ അവർ അവരുടെ മുട്ടിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും അവർ പള്ളിയിൽ വരുമെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമായി പരിശുദ്ധ റമളാൻ, നമുക്ക് വലിയൊരു അവസരമായി കൊണ്ട് നൽകിയ ഈ പരിശുദ്ധ റമളാൻ, അത് കഴിഞ്ഞാലും അവസാനിച്ചാലും ജമാഅത്ത് നമസ്കാരങ്ങളിൽ നാം നിരന്തരമായി പങ്കെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കാൻ നാം തയ്യാറാകണം. അദ്കാറുസ് സബാഹി വൽ മസാ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദിക്റുകൾ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട്. കാരണം ദിക്റുകൾ പിശാചിൻ്റെ ഷർറിൽ നിന്നും നമുക്ക് സംരക്ഷണമാണ്. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന അടിമയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. റമളാൻ കഴിഞ്ഞാലും നമ്മുടെ സദഖകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റമളാനിൽ മാത്രം കൂടുതൽ സദഖ കൊടുക്കുക എന്നുള്ളതല്ല, റമളാൻ കഴിഞ്ഞാലും കൂടുതൽ സദഖ കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി സദഖകൾ നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ റമളാൻ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവേശം ലഭിക്കണം. റമളാൻ കൊണ്ട് കൃത്യമായി സൽക്കർമ്മങ്ങളിൽ മുന്നിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിസ്സായിമി ഫർഹത്താൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷമാണുള്ളത്. ഒന്നാമത്തേത്, ഓരോ ദിവസവും അവൻ നോമ്പ് തുറക്കുമ്പോൾ അവൻ ലഭിക്കുന്ന, അല്ലെങ്കിൽ അവൻ ഒരു റമളാൻ മുഴുവൻ കഴിഞ്ഞ് അവൻ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവൻ ലഭിക്കുന്ന സന്തോഷമാണ്. രണ്ടാമത്തേത്, ഇൻദ ലിഖാഇ റബ്ബി, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ലഭിക്കുന്ന സന്തോഷമാണ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അതവൻ്റെ ജീവിതത്തിൽ അവൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷമായി പറഞ്ഞത് ഇൻദ ലിഖാഇ റബ്ബി, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ലഭിക്കുന്ന സന്തോഷമാണ്. അത്തരത്തിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇനിയും നമ്മുടെ കർമ്മങ്ങൾ തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സലഫുകൾ പറയാറുണ്ട്, ലാ തകുൻ റമളാനിയൻ, നീ ഒരു റമളാനിൻ്റെ സ്പെഷ്യലിസ്റ്റായി മാറരുത്. റമളാനിൽ മാത്രം അമലുകൾ ചെയ്തുകൊണ്ട്, റമളാൻ വരുമ്പോൾ കൂടുതൽ തഖ്വ കൈവരിച്ചുകൊണ്ട്, റമളാൻ വരുമ്പോൾ മാത്രം നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകൾ വെടിഞ്ഞുകൊണ്ട്, എന്നാൽ റമളാൻ അവസാനിച്ചാൽ പഴയ രീതിയിലാവുന്ന തിന്മകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ കുറവ് വരുത്തുന്ന ഒരാളായിക്കൊണ്ട് നീ മാറരുത്. ലാ തകുൻ റമളാനിയൻ, റമളാനിൻ്റെ മാത്രം ഒരാളായിക്കൊണ്ട് നീ മാറരുത്. എന്നിട്ടെന്താ, വ ഇന്നമാ തകുൻ റബ്ബാനിയൻ, നീ നിൻ്റെ റബ്ബിൻ്റെ ആളാകണം. നിൻ്റെ റബ്ബ് നിന്നെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ, ഇബാദത്തുകളിൽ മുഴുകാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം റമളാനിൽ എന്നെ കണ്ട റബ്ബ്, എന്നെ നിയന്ത്രിച്ച റബ്ബ് മറ്റു ദിവസങ്ങളിലും എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. സലഫുകൾ ചോദിക്കപ്പെട്ടു, ചില ആളുകൾ റമളാനിൽ ധാരാളം നന്മകൾ ചെയ്യുന്നു, പിന്നീട് അത് നിർത്തിവെക്കുന്നു, അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സലഫുകൾ പറഞ്ഞു, ബിഅ്സൽ ഖൗമു ഖൗമുൻ, ബിഅ്സൽ ഖൗമു ഖൗമുൻ, ചീത്ത മനുഷ്യർ ആരാണെന്നോ, ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമളാൻ, അവരാരാണ്? അവർ റമളാനിലല്ലാതെ റബ്ബിനെ മനസ്സിലാക്കുകയില്ല. അവർ റമളാൻ വരുമ്പോൾ മാത്രം റബ്ബിനെ സൂക്ഷിക്കുന്നവരാണ്. അവരാണ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ശഹ്റ റമളാൻ, പരിശുദ്ധ റമളാനിനെ അള്ളാഹു നമുക്ക് ആക്കി തന്നിട്ടുള്ളത് മിദ്മാറൻ ലി ഖൽഖിഹി, തൻ്റെ സൃഷ്ടികൾക്ക് ഒരു മൈതാനമായിക്കൊണ്ടാണ്. എന്തിനാണ്? യസ്തബിഖൂന ഫീഹി ബിതാഅതിഹി ഇലാ മർളാതിഹി, അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ മത്സരിക്കാനുള്ള ഒരു മൈതാനമായി റമളാനിനെ അള്ളാഹു കൊടുത്തു എന്നാണ്. ഫസബഖ ബിഹിം ഫഫാസു, ചില ആളുകൾ ഈ മത്സരത്തിൽ നന്നായി പരിശ്രമിച്ചു, അങ്ങനെ ആ വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. വതഖല്ലഫ ആഖറൂന ഫഖാബു, വേറെ ചില ആളുകളുണ്ടല്ലോ ഈ മത്സരത്തിൽ അവർ മികവ് പുലർത്തിയില്ല, അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കൂട്ടത്തിൽ വിജയിച്ചവരിലാണോ പരാജയപ്പെട്ടവരിലാണോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ നമുക്ക് സ്വന്തം നമ്മളെ ഒന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ നിന്നും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ, നമസ്കാരങ്ങൾ, സ്വതക്കകൾ, ദിക്റുകൾ, ദുആകൾ, എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല അമാലു സ്വാലിഹാത്തായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാം എത്തി നിൽക്കുന്ന ഈ റമളാനിൻ്റെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ വിട പറയുന്ന സന്ദർഭത്തിലും ഈ അവസാന നിമിഷത്തിലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്. ഒരാൾക്ക് റമളാൻ ലഭിച്ചിട്ടും തൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാത്തവന് അവൻ നിർഭാഗ്യവാനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ അവസാന സമയത്തിലും ഇസ്തിഗ്ഫാറുകളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബകൾ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം തന്നെ പറഞ്ഞത്, വ ഇന്നി ലഗഫാറു ലിമൻ താബ വ ആമന വ അമില സാലിഹൻ സുമ്മ ഇഹ്തദാ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നാം റബ്ബിനോട് നിരന്തരം തേടേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും
പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ റമദാൻ അവസാനിച്ചാൽ നാം പ്രവേശിക്കുന്നത് പെരുന്നാളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. നമ്മൾ എത്തി നിൽക്കുന്നത് ചെറിയ പെരുന്നാളിൻ്റെ തൊട്ടടുത്താണ്. ഈ ചെറിയ പെരുന്നാളിൻ്റെ പേര് തന്നെ ഈദുൽ ഫിത്ർ എന്നാണ്. ആ ഈദുൽ ഫിത്ർ എന്നുള്ള പേര്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈദുൽ ഫിത്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തുമായി നാം മനസ്സിലാക്കേണ്ടത്, റമദാനിൻ്റെ പവിത്രത പൂർത്തിയാക്കിയാൽ അള്ളാഹു നമുക്ക് അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത റമദാന അലൽ ഹുദ്ദി വൽ അബ്ദി വദ്ദക്കരി വൽ ഉൻസ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ. ഈ ഫിത്ർ സക്കാത്തിൻ്റെ ഉദ്ദേശം പ്രധാനമായും 2 ഉദ്ദേശങ്ങളാണ്. ഒന്നാമതായി തുഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വർ-റഫസ്, നോമ്പുകാരൻ്റെ വീഴ്ചകൾ അവന് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. നാം ഈ റമദാൻ മുഴുവൻ നോമ്പ് നോക്കുമ്പോൾ നമുക്ക് വന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഫിത്ർ സക്കാത്ത് നൽകുന്നത്. രണ്ടാമതായുള്ള ഉദ്ദേശം തുഅമത്തുൻ ലിൽ മസാക്കീൻ, അത് പാവപ്പെട്ടവരുടെ വിശപ്പടക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇനി ഈ ഫിത്ർ സക്കാത്തിൻ്റെ സമയം വളരെ പ്രധാനമാണ്. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഫമൻ അദ്ദാഹ ഖബ്ല അസ്സലാ ഫഹിയ സക്കാത്തും മഖ്ബൂല വമൻ അദ്ദാഹ ബഅദ അസ്സലാ ഫഹിയ സദഖത്തും മിനസ് സദഖ. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി ഇത് കൊടുത്തു തീർക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഫിത്ർ സക്കാത്ത് വീടിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് സ്വതക്കയിൽ നിന്നുള്ള ഒരു സ്വതക്കയായി കൊണ്ടുമാറും. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ തന്നെ കൃത്യമായ അളവുകൾ നിശ്ചയിച്ചു കൊണ്ടുള്ള ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ട് പൂർത്തീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തോ നാട്ടിലോ ഒരാൾ പോലും പെരുന്നാൾ ദിവസം പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ റമദാനിന് ശേഷമുള്ള ജീവിതം നാം പറഞ്ഞ പോലെ തന്നെ ഇസ്തിഖാമത്തോടുകൂടി, നമ്മുടെ അമലുകളിൽ ഇസ്തിഖാമത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ പള്ളികൾ ഒരിക്കലും ശൂന്യമാകരുത്. റമദാനിൽ നാം ശീലിച്ച തഹജ്ജുദും ജമാഅത്ത് നമസ്കാരവും ഖുർആൻ പാരായണവും തുടർത്തിക്കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കർമ്മങ്ങളുടെ, ഈ നോമ്പിൻ്റെ തുടർച്ചയെന്നോണം ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ, വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം അതിനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമളാനിൽ മുഴുവൻ നോമ്പെടുക്കുകയും ശവ്വാലിൽ നിന്ന് 6 ദിവസം നോമ്പെടുക്കുകയും ചെയ്താൽ കാന കസിയാമിദ് ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ നമ്മെ നിരീക്ഷിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല റമദാൻ കഴിഞ്ഞാലും നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് നിലാവ് കണ്ടാൽ ഉടനെ, അഥവാ മാസം കണ്ടാൽ ഉടനെ തന്നെ പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നത് വരെ നാം തക്ബീറുകൾ മുഴക്കണം, നാം തക്ബീറുകൾ അധികരിപ്പിക്കണം. അത് പ്രത്യേകം സുന്നത്തായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാസം കണ്ടു എന്ന് അറിയുന്നത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെ തക്ബീറുകൾ അധികരിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. ഈദുൽ ഫിത്റിൽ ചെറിയൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷം മുസല്ലയിൽ വരലാണ് ഏറ്റവും സുന്നത്തായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിച്ച് വൃത്തിയായി
സുഗന്ധം ഉപയോഗിച്ച് മുസല്ലയിൽ വരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ മുൻവശത്താണ് നമ്മുടെ ഈദ്ഗാഹ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യം 7:15 7:15 തന്നെ എല്ലാവരും കൃത്യമായി മുസല്ലയിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും വുളു എടുത്തുകൊണ്ട്, വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തുകൊണ്ട് മുസല്ലയിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വതമ്മിം തഖ്സീറനാ. اللهم ارحم موتانا واشف مرضانا وتول أمرنا واصلح أحوالنا. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم. لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا أديته ولا مرضا إلا شفيته ولا حاجة هي لك رضا إلا قضيتها ويسرتها يا أرحم الراحمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك يا أرحم الراحمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعد علينا رمضان أعواما عديدة. اللهم أعد علينا رمضان أعواما عديدة وأزمة مديدة ونحن بصحة وعافية. ربنا تقبل منا رمضان. ربنا تقبل منا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله.